ഇനി തീ കുറച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ഇതുപോലെ നല്ല പച്ച ഏത്തക്ക 4 എണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഏത്തക്ക തൊലി ഇളക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറുത്ത് പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കടയിലൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അവർ നേരിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വാഴക്കയുടെ 2 അറ്റവും ഇതുപോലെ മുറിച്ചിട്ട് നടുക്ക് കൂടെ ഒന്ന് വരഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കത്തിയുടെ മൂർച്ചയില്ലാത്ത ഭാഗം വെച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കാം. മൂർച്ചയുള്ള ഭാഗമാണെങ്കിൽ ഇത് തെന്നി പോവുകയാണെങ്കിൽ കയ്യിൽ വന്ന് കൊണ്ട് കൈ മുറിയും. അപ്പം ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. അതൊക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇതിന് മഞ്ഞപ്പൊടിയിട്ട് കലക്കിയ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ തൊലി പൊളിച്ചെടുക്കാം. ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. വരഞ്ഞിട്ട് ഇതിൻ്റെ പുറം ഭാഗം വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. കയ്യിൽ വേണമെങ്കിൽ എണ്ണ പുരട്ടാം. എണ്ണ പുരട്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ കയ്യിൽ നിന്ന് അങ്ങ് തെന്നിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ എണ്ണ പുരട്ടാത്തത്. എണ്ണ പുരട്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കയ്യിൽ കറ പിടിക്കില്ല. പിന്നെ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് വാഴയ്ക്ക ഉണ്ടെങ്കിൽ കയ്യിൽ എണ്ണ പുരട്ടണം, അല്ലെങ്കിൽ കയ്യിൽ കറ പിടിക്കും. എണ്ണ പുരട്ടിയില്ലെങ്കിൽ അതിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടാലും മതി. അപ്പോൾ കയ്യിൽ കറ പിടിക്കില്ല.
ഇതൊന്ന് നന്നായി കഴുകിയെടുക്കാം. കടയിൽ ഇങ്ങനെ കഴുകാറൊന്നുമില്ല, അവർ നേരിട്ട് എണ്ണയിലോട്ട് അരിഞ്ഞിടുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ വീട്ടിലാവുമ്പോൾ ഒന്ന് കറിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറയൊക്കെ മാറി നല്ല വൃത്തിയായി കിട്ടും. ഇനി വേറൊരു വെള്ളത്തിലും കൂടെ കഴുകിയെടുക്കും. ഇതിൻ്റെ ഈ തോട് നല്ല പോഷക ഗുണമുള്ളതാണ്. ഇത് നമുക്ക് തോരൻ വയ്ക്കുകയോ പുഴുക്ക് വയ്ക്കുകയോ ചെയ്യാം. വൻപയറും കൂടി ചേർത്ത് തോരൻ വയ്ക്കാനോ ഒക്കെ നല്ലതാണ്. 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കലക്കി വയ്ക്കാം. ഇത് നമ്മൾ വറുക്കാൻ സമയത്ത് ചിപ്സിൽ ചേർക്കാൻ വേണ്ടിയാണ്. ഇതൊന്ന് അലിയിച്ച് വയ്ക്കും. ഇപ്പോൾ ചിപ്സിനൊരു ചെറിയ മഞ്ഞ കളർ കിട്ടും, അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തോർത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. കയ്യിൽ വെച്ച് അരിഞ്ഞെടുക്കാം, പക്ഷേ എല്ലാം ഒന്നുപോലെ അരിയണം, ഇല്ലെങ്കിൽ ചിലത് മൂക്കും ചിലത് മൂക്കില്ല, അങ്ങനെ കിടക്കും. അതുകൊണ്ട് എല്ലാം ഒരുപോലെ അരിഞ്ഞെടുക്കണം. രണ്ടെണ്ണം വീതം അരിഞ്ഞ് വറുത്തെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ച് അടുപ്പ് കത്തിച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല മണവും രുചിയുമായിരിക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണയിൽ വേണമെങ്കിലും വറുത്തെടുക്കാം. എണ്ണ നല്ല ചൂടായിട്ട് വേണം ഇത് ഏത്തക്ക ഇട്ട് കൊടുക്കാൻ. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക ചേർക്കാം. ഒരു ചെറിയ പീസൊന്ന് ഇട്ട് നോക്കാം. ചൂടായി ചൂടായി. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി ഇട്ടു കൊടുക്കാം.
ഇതിൻ്റെ പത ഒന്ന് അടങ്ങി ഇതൊന്ന് പൊങ്ങി വരുമ്പോൾ തീ കുറച്ചിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തീ കുറച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. തീ കൂട്ടി വെച്ചിട്ട് വേണം കോരിയെടുക്കാൻ. ഇതൊന്ന് കോരിയെടുക്കാം. ഇത് മതി, ഇനി കോരിയെടുക്കാം. ഓണത്തിനും സദ്യയ്ക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വാഴയ്ക്ക ചിപ്സ്. ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായ ലൈക്കും ഷെയറും സബും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ അറിയിക്കുകയും വേണം.